കഴിഞ്ഞ ടീം അംഗങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുക. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. റെക്കോർഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. താങ്ക് യു. ഒരു കളിയെ കുറിച്ചിട്ടാണ്. 2 ടീമുണ്ടാവും. 2 ടീമിലും 35-40 വീതം ആളുകളുണ്ടാവും. നല്ല പൊടി പാറുന്ന ഗ്രൗണ്ട് ഉണ്ടാവും. ആ ഗ്രൗണ്ടിൻ്റെ നടുവിലൊരു നിലവിളക്കുണ്ടാവും കത്തിച്ച് വെച്ചിട്ട്. അതിന് ചുറ്റും ഈ 40-35 പേരാണെങ്കിൽ 2 ടീമിലാകുമ്പോൾ 70-80 പേര് തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കും. എന്നിട്ടാണ് കളി തുടങ്ങി അവസാനിക്കുന്നവരെയും ഭയങ്കര വീറും വാശിയും മത്സര സ്വഭാവമൊക്കെ ഉണ്ടാവും. കളി അവസാനിക്കുമ്പോൾ 2 ടീമും ജയിച്ചിട്ടുണ്ടാവും. ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഒരുപാട് പണ്ട് കല്യാണ വീടുകളിലും അതുപോലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ചവിട്ടുകളി അരങ്ങേറിയിരുന്നത്. കല്യാണങ്ങളിലുള്ളതും പാടത്തുണ്ടായിരുന്നതൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അസ്തമിച്ചില്ലാതായി. പിന്നീടും പൂരപ്പറമ്പുകളിൽ പൂരത്തിൻ്റെ തലേന്നും പൂരം കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ വേനൽ ചൂടിനെ പോലും വകവെക്കാത്ത വലിയ ആവേശമായിരുന്നു വീണ്ടും കുറേ കാലം ഈ ചവിട്ടുകളി, പ്രത്യേകിച്ച് വള്ളുവനാടൻ ഏരിയകളിലൊക്കെ. ഇപ്പോൾ അതും കുറഞ്ഞു വന്നു. ഇപ്പോൾ അപൂർവമായി മാത്രമേ ഈ കളി കാണാൻ കിട്ടാറുള്ളൂ. പാടത്ത് കൃഷി ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ സർഗാത്മകതയുടെ തുറന്ന വേദി കൂടിയാണ് ഈ ചവിട്ടുകളി. ഇപ്പോൾ ചില ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ ഈ കളിയെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ എടത്തനാട്ടുകരയുടെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നിറസാന്നിധ്യമായിട്ടുള്ള ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഈ കളി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഈ പാട്ട് കേട്ടു. അപ്പോഴാണ് ഇവിടെ കളി നടക്കുന്നതെന്ന് അറിഞ്ഞത്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 വീട് അപ്പുറത്ത്, 4 വീട് അപ്പുറത്ത് ഒരു തെങ്ങിൻ തോട്ടത്തിലാണ് ഈ കളി നടക്കുന്നത്. ഏത് അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണോ ഈ കളി നടക്കുന്നത്, ആ അമ്പലത്തിലെ ദേവി, കളി പഠിപ്പിച്ച ഗുരുനാഥൻ, പിന്നെ ഭൂമിയെയും സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് പാടിക്കൊണ്ട് ചുവട് വെക്കുന്നതിനെയാണ് പൊലിപ്പാട്ട് എന്ന് പറയുന്നത്. പൊലിപ്പാട്ടോടു കൂടിയാണ് കളി ആരംഭിക്കുന്നത്. കളിയുടെ ദിവസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അന്നത്തെ ഉച്ചഭക്ഷണം. കളിക്കാൻ വന്ന ടീം മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഉച്ചഭക്ഷണം അവിടെ തന്നെ ആ തെങ്ങിൻ തോപ്പിൻ്റെ ഒരു ഭാഗത്തിന് തയ്യാറാക്കും. പണ്ടത്തെ കാര്യമാണ്. കളി കുറിച്ചാൽ പിന്നെ നല്ല പാട്ടുകാർക്കും കളിക്കാർക്കും വേറൊരു ചിന്തയില്ല. ഓരോ ദേശക്കാർക്കും സ്വന്തമായി കളിക്കൂട്ടായ്മ ഉണ്ടാവും. ഗുരുവൻ എന്ന് വിളിക്കുന്ന പ്രായമേറിയ ഒരാളായിരിക്കും നേതാവ്. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് മറ്റു കളിക്കാരൊക്കെ. കളിക്ക് പങ്കെടുക്കുന്നവരെ കളിമാക്കൾ എന്നാണ് പറയുന്നത്. ചവിട്ടുകളി നടത്തുന്ന സ്ഥലത്തിന് കളിവട്ടം എന്നും പറയും. നടുക്ക് നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കും. 2 ദേശക്കാരാണ് ഒരു സമയത്തെ കളിയിൽ പങ്കെടുക്കുക. 2 സംഘത്തിലെയും കളിക്കാർ തോളോട് തോൾ ചേർന്ന് നിന്നാൽ കളിവട്ടം ആയി. കളിവട്ടം തയ്യാറായി പൊലിപ്പാട്ടും കഴിഞ്ഞാൽ പിന്നെ കളി തുടങ്ങും.
ഒരു ടീം പാടുന്ന പാട്ടിൻ്റെ വരികൾ മാറ്റാനെന്ന് വിളിക്കുന്ന എതിർ ടീം ഏറ്റുപാടും. പിന്നെ നേരത്തെ പാടിയ പാട്ടിന് മറുപാട്ടും പാടണം. പരസ്പരം ചൊടിപ്പിക്കാനുള്ള പാട്ടുകളായിരിക്കും കൂടുതലും പാടുന്നത്. ഉരുളക്കുപ്പേരി പോലെ എതിർപ്പാട്ട് നിമിഷങ്ങൾക്കകം നല്ല കളിക്കാരൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ തന്നെ തിരിച്ചടിക്കും. ഇതോടെ കളിക്കാരും കാണികളും ആവേശത്തിലാവും. ചിലപ്പോഴൊക്കെ നല്ല ചവിട്ട് കളിക്കാരൻ നിമിഷ കവിയായി മാറാറുണ്ട്. പാട്ട് തന്നെ ആനക്കൊമ്പം പാട്ട് തന്നെ ശീലമുള്ള കാറ്റടിച്ച പാട്ട് പോകൂല പാട്ട് നല്ല പാട്ട് തന്നെ ആനക്കൊമ്പം പാട്ട് തന്നെ ശീലമുള്ള കാറ്റടിച്ച പാട്ട് പോകൂല കളി തകൃതിയായി നടക്കുന്നു. അപ്പുറത്ത് കഞ്ഞിയും കൂട്ടാനും വെന്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കയ്യിൽ പ്ലാവില കുത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് ചേർന്ന്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവർ ഇത് സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഒന്ന് നമ്മുടെ ഇടത്തനാട്ടുകരയിൽ ചലഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന ചലഞ്ചേഴ്സ് ഫുട്ബോൾ മേളയാണ്. അപ്പോൾ ഇവിടുത്തെ ചവിട്ടുകളി ഉച്ചയായി. ഉച്ചക്കിനി ബ്രേക്കൊന്നുമില്ല കേട്ടോ, ഭക്ഷണത്തിന് ബ്രേക്കൊന്നുമില്ല. കളി കഴിഞ്ഞിട്ടോ കളി കാത്തിരിക്കുന്നവരോ ആയിട്ടുള്ള മെമ്പേഴ്സിനോട് പോയി ഭക്ഷണം കഴിക്കാനുള്ള ആഹ്വാനം നമ്മുടെ ചലഞ്ചേഴ്സിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള നസീറിന്റെ ശബ്ദത്തിലൂടെ കേട്ടു. കളി കഴിഞ്ഞ ടീം അംഗങ്ങള് കഞ്ഞി കുടിക്കാൻ പോവാ. കഞ്ഞി റെഡി ആയിട്ടുണ്ട്.
പടുകൂട്ടാൻ എന്നൊരു കൂട്ടാനുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, ഒരു പക്ഷേ പേര് ഇതായിരിക്കില്ല എന്ന് മാത്രം. പ്രത്യേകിച്ചൊരു റെസിപ്പി പറയാൻ പറ്റാത്ത കൂട്ടാനാണ് പടുകൂട്ടാൻ. എന്താണ് തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് കിട്ടുന്നു അതൊക്കെ വെച്ചിട്ടുള്ളൊരു കൂട്ടാനാണ്. ചേമ്പ്, ചേന, ഈ ചേമ്പിൻ്റെ തണ്ട്, ചക്കക്കുരു, വേറെന്താണ്, കപ്പ, കറുകത്ത് പറഞ്ഞാൽ പപ്പായ, ഇങ്ങനെയുള്ള എന്ത് കിട്ടിയോ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നൊരു കൂട്ടാനാണ്. മുടിഞ്ഞ ടേസ്റ്റാണ്. അത് അനുഭവിക്കാൻ അറിയുന്നവർക്ക് കേട്ടോ, എല്ലാവർക്കും ചിലപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായിക്കോണമെന്നില്ല. അതിൻ്റെ ഒരു ഫീൽ അനുഭവിച്ചവർക്ക് അതൊരു വല്ലാത്ത സംഭവമാണ്. നൊസ്റ്റാൾജിക്കാണ്, നൊസ്റ്റാൾജിഫിക്കേഷൻ. അപ്പോൾ ആ കൂട്ടാനാണ് ഇവിടെ ചവിട്ടുകളിയുടെ അരങ്ങിൽ ഈ കളിക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കുക. എല്ലാവരും ഭക്ഷണം കഴിച്ചു. കുറേ ടീമുകളുണ്ട്. എല്ലാ ടീമിനും പരസ്പരം മത്സരിക്കേണ്ടതുകൊണ്ട് കളി തുടർന്നുകൊണ്ടേയിരുന്നു. വൈകിട്ട് ഏകദേശം 5 മണിയോടെ അവസാനിക്കാറായപ്പോൾ കളിയുടെ ആവേശം കൂടുകയായിരുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തണേ, അടുത്ത ടീം ഇറങ്ങി കളിച്ചോളി. വാമൊഴിയിൽ ഊന്നിയ പ്രചാര രീതിയായിരുന്നു അടുത്ത കാലം വരെ ചവിട്ടുകളിക്ക്. വരമൊഴി രൂപം ഉണ്ടായിരുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തുള്ള പാട്ടുകൾ വ്യത്യസ്തമായിരുന്നു. നിമിഷ നേരം കൊണ്ട് പിറവി കൊള്ളുന്നവയാണ് പാട്ടുകൾ. മിക്ക പാട്ടുകൾക്കും അത്ര തന്നെ ആയുസ്സുമുള്ളൂ. എങ്കിലും ചില പാട്ടുകൾ അതിൻ്റെ സൗകുമാര്യം കൊണ്ട് നിലനിൽക്കാറുണ്ട്. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് വാർഷികമായി നടത്തിവരുന്ന സ്വഭാവമായിരുന്നു ചവിട്ടുകളിക്ക്. അതുകൊണ്ട് തന്നെ മറ്റു വേളകളിൽ ഈ കലാരൂപം പ്രത്യക്ഷപ്പെടാറില്ല. അടുത്ത കാലത്ത് നാടൻ പാട്ടുകളും കലകളും പ്രൊഫഷണൽ മാനം നേടുകയും ധാരാളം നാടൻ പാട്ട് സംഘങ്ങൾ ഉണ്ടായി വരികയും ചെയ്തു. ഇങ്ങനെയുള്ള ചില സംഘങ്ങൾ ചവിട്ടുകളിയും രംഗത്ത് അവതരിപ്പിക്കാറുണ്ട്. കലയുടെ വാണിജ്യവൽക്കരണം, തനിമ നഷ്ടപ്പെടൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിപ്പിക്കലിൽ നിന്നും വേദികളിലേക്ക് പറിച്ചു നടൽ എന്നിങ്ങനെ ഉള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇവയെ ഇത്രയെങ്കിലും നിലനിർത്തുന്നതിൽ ഇത്തരം സംഘങ്ങൾക്കും നമ്മുടെ ക്ലബ്ബ് പോലെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കും പ്രധാന പങ്കുണ്ട്.
അങ്ങനെ 5 മണിയോടെ കളി അവസാനിച്ചു. പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും സമ്മാനം വിതരണം ചെയ്തു. ചവിട്ടുകളിയെ അടുത്ത തലമുറക്ക് പരിചയപ്പെടുത്താൻ ഓരോ ഭാഗത്തെയും മുതിർന്ന കളിക്കാരെ കണ്ടെത്തി പാട്ടുകളൊക്കെ ക്രോഡീകരിക്കുകയും കളികൾ നന്നായി റെക്കോർഡ് ചെയ്യുകയും ഒക്കെ വേണം. മുതിർന്ന കലാകാരന്മാർക്കും സവിശേഷ സംഭാവന നൽകിയവർക്കും അംഗീകാരങ്ങളും കലാകാരന്മാർക്കുള്ള പെൻഷനും സർക്കാർ തലത്തിൽ നടപ്പാക്കുകയും അതാത് പ്രാദേശിക ഭരണകൂടങ്ങൾ ഇതിനായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കളിസംഘങ്ങൾ രൂപീകരിക്കാനും പരിശീലനത്തിനും സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഈ സവിശേഷ കലാരൂപത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ.